കേട്ടോ സൗണ്ട് കേട്ടോ എടുത്തോണ്ട് പോടി. അപ്പൊ നമ്മളാണെങ്കിൽ 2 മണി വേറെ മാർഗം കളിക്കുള്ള കുട്ടികള് ഈ ലിഫ്റ്റില് കുടുങ്ങിയിരിക്കുകയാണ്. കറണ്ട് പോയി. ഇനിയിപ്പോ അവര് വന്നിട്ട് വേണം നമുക്ക് കളിക്കാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല പരിപാടിയാ. മനോരമയുടെ ഒരു ഫോട്ടോഷൂട്ടിന് നമ്മൾ പോവാണ് കേട്ടോ. സോ ഹേ ഗൈസ്, ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഡേ ആണ്. MG യൂണിവേഴ്സിറ്റി കലോത്സവം 6ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ്. പിന്നെ അമ്മേനെ കൊണ്ടുവന്ന് തൊടുപുഴയിൽ ഇറക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ കൂട്ടുകാരെ ജോസിനെയും ഷൈനെയും ഒക്കെ കയറ്റാനുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഷൈൻ ഇവിടെ ഇല്ല, ഷൈൻ്റെ വണ്ടി ഇവിടെ ഇല്ല. അപ്പോൾ ഗൈസ്, അമ്മേനെ നമ്മൾ മങ്ങാട്ടോയിൽ എത്തിച്ചു. ജോസിനെ നമുക്ക് വഴിക്കുന്ന കിട്ടിയായിരുന്നു, പക്ഷേ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ഒരുത്തരും കൂടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൈൻ നമ്മുടെ നൃത്താഞ്ജലിയുടെ മേളിൽ കയറി ഇരിപ്പുണ്ട്. അവനോട് അവിടെ നിന്ന് എത്തുമ്പോ കറക്റ്റ് സമയത്താണ് നമ്മൾ ഇറങ്ങാൻ പറഞ്ഞത്. പക്ഷെ ഇതുവരെ അവൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ അവനെ തെറ്റ് പറയാൻ പറ്റില്ല ഗൈസ്, കാരണം നമ്മള് വെളുപ്പിന് 9 മണിക്ക് വരേണ്ടത് ഇപ്പോഴാണ് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് അവന് നമുക്ക് ഡിലേ തരാം. ഇപ്പൊ സമയം എത്രയാ? 10:30. ഇവന് നല്ല പരിചയമുണ്ടല്ലോ. മത്സരം ഗൈസ്, ഇന്ന് രാവിലെയാണ് മത്സരം. ഇല്ല, ഡിക്കിക്കത്തൊന്നുമില്ല. ഗൈസ്, നമ്മളിപ്പോ ഇനി മങ്ങാട്ടോലെന്ന് നമ്മുടെ പ്രോഗ്രാം സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. അതിന് നിന്റെ ഡ്രസ് മാറണ്ടാ? നമുക്ക് ഗ്രീൻ റൂമിൽ പോയിട്ടാ. എവിടെ പോയാ മാറുന്നേ? ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് ഇവിടുന്ന് ഞാൻ എന്റെ ഷർട്ട് തേച്ചല്ലേ ഓൾറെഡി ഇരുന്നേ. നീ തേച്ചോ? ഞാൻ തേച്ചിട്ടില്ല. അല്ല, ഞാൻ മുണ്ട് തേച്ചായിരുന്നു. തേച്ചില്ല മുണ്ട്. ഇതാണോ? ആ കുഴപ്പമില്ല. പാട്ടുകാരനല്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലോ. കുഴപ്പമുണ്ടല്ലോ. മുണ്ടെടുക്കാൻ അറിയാതെ അപ്പൊ ഗൈസ്, നമ്മള് ഷൈന് മുണ്ടെടുപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ്. എന്നിട്ട് വേണം നമുക്ക് പ്രോഗ്രാമിലോട്ട് പോകാൻ വേണ്ടിട്ട്. ചെളി ഗൈസ്, നൃത്താഞ്ജലി എഴുതി വെക്കാൻ കാണാൻ പറ്റില്ല. എനിക്ക് അനുവിനെയും കാണും ഈ വീഡിയോയുടെ വെച്ചിരിക്കും കേട്ടോ. ഞങ്ങളെ റെഡിയായി 3 പേര് കാരണത്തിരിക്കും ഡേറ്റ് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ പിള്ളേരാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ഹൗ ടു വാക്ക് ഇൻ യൂട്യൂബില്. ഹൗ ടു പ്രോപ്പർലി വാക്ക് വിത്ത് മുണ്ട്. നമ്മുടെ ബാക്കി പിള്ളേരാണെങ്കിൽ അവിടെ അല്ലസർ കോളേജിൽ നമ്മുടെ ഗ്രീൻ റൂമിലായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളിനി ചെന്നിട്ട് വേണം അവരുടെ കൂടെ ഒന്നുകൂടി കുറച്ച് പാട്ടൊക്കെ പാടി നോക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം ഒന്ന് പാടി തെളിഞ്ഞതിന് ശേഷം കയറണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നേരെ അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് പാട്ടൊക്കെ പാടി നോക്കാം. ഹേ ഗൈസ്, നമ്മളാണെങ്കിൽ അല്ലസർ കോളേജ് എത്തിയിട്ടുണ്ട്. അകത്തോട്ട് കടത്തി വിടുമെന്ന് അറിയില്ല. അവന്മാരെയൊക്കെ വീഡിയോ പിടിച്ചോട്ടെ, ലൈവ് പിടിച്ചു. ഇത് പാടി കേട്ടോ. നമ്മള് ഗ്രൂപ്പ് സോങ് ഇന്ത്യനുള്ളതാ. നമ്മുടെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്താ. ഗ്രൂപ്പ് സോങ് ഇന്ത്യന് സാധനങ്ങളെല്ലാം പ്രോപ്പർട്ടി എല്ലാം ഇതിൻ്റെ അകത്താ. കുട്ടികളകത്തുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ദിസ് ഈസ് അവർ വഴി. ശാന്തിഗിരി കോളേജിലെ പിള്ളേര് എന്ത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. പോയോ? അല്ല, ഇത് ലോങ് വ്ലോഗാ. ഞങ്ങൾ ഇന്ന് ഗ്രൂപ്പ് സോങ്ങിന്റെ പാടാൻ പോവാണ്. ഫസ്റ്റ് അടിക്കുന്ന പ്രതീക്ഷയാണ്. എന്നിട്ട് കുട്ടി വരാം. ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിരിക്കുന്നോണ്ട് ഈ ഭാഗം ഞാൻ കട്ട് ചെയ്യും ഗൈസ്. രാവിലെ എണീറ്റ് ഞാൻ ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? സൈനിങ് ഓഫ് അല്ല, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നീ വേറെ എന്തെങ്കിലും ഒക്കെ പറ. ഈ സാധനങ്ങൾ എവിടെ? നമുക്ക് ഗ്രീൻ റൂം അവിടെ എടുത്തോണ്ട് പോടി. സാധനങ്ങളുണ്ട് വണ്ടിക്കത്. സാധനങ്ങളുണ്ട് വണ്ടിക്കത്. നിങ്ങൾ ഗ്രീൻ റൂമിൽ കയറാത്ത പിന്നെ വന്നേ ഉള്ളൂ. അപ്പൊ അനിയന് അവിടെ ഉണ്ടോ? അവിടെ വരെ കിട്ടുകയല്ല. ഇങ്ങും കയറുവാണോ? ദിസ് ഈസ് അവർ ഗാഥ ഗൈസ്.
അതെ എല്ലാവരും സെയിം. ഇത് ഫുൾ ഫ്രീ ഫ്രം നൃത്താഞ്ജലി രാവിലെ എഴുന്നേറ്റിരിക്കണ ഞാൻ 8 മണി നമുക്കൊന്ന് സാധനം അറിയാം. എനിക്ക് മിനി ഹാർട്ട് അറ്റാക്ക് വന്നത് 9 മണിക്ക് പരിപാടി തുടങ്ങുന്നത്. ഞാൻ 8 മണിക്ക് എല്ലാവർക്കും നിന്നത്. എനിക്ക് മാത്രം ഒരു വിഷയമില്ലാത്തോണ്ട് കുഴപ്പം തോന്നില്ല. അത് ഓഫ് ചെയ്യടാ. നീ അതാ പറഞ്ഞോ, ഈ ക്ലസ്റ്റർ ആവശ്യമുള്ള മാത്രമേ വീഡിയോയിലുള്ളൂ. ആരാ ക്ലസ്റ്റർ ഇങ്ങനെ വന്നേന് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു പുതിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. വാ. ഇടിയപ്പം കടലക്കറി എടുത്തു വെച്ചിട്ട് ഞാൻ അതുപോലെ തിന്നാണ്ട് ഇറങ്ങി ഓടിയത്. ഇത് ഭയങ്കര ഇതാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. സാരി ഉടുക്കാനോ? എനിക്ക് എളുപ്പമാണ്. യൂട്യൂബിൽ നോക്കി കൊടുത്തിട്ട് വന്ന അല്ലേ നീ സാരി നീ റീൽ ഇറങ്ങുമ്പോ നീ ആദ്യത്തെ ഭാഗം കണ്ടു. ഇവിടെ സാരി എടുക്കുന്നോലേക്ക് ഇങ്ങനെയൊക്കെ എടുത്തിടുക പുള്ളി. നമുക്ക് കേറാം. എന്തോ ഞാന് ഒന്നാമത്തെ ക്ലസ്റ്റർ ആയിരുന്നു നമുക്ക്. അത് മാറ്റിച്ചു. അത് മാറ്റിച്ചാരാ? ആർക്കറിയാം. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് മാർഗംകളിക്ക് പോണ്ടിനി. ഈ തബല വേണ്ട, അതിൻ്റെ ഇരിക്കണ മാത്രം മതി. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പൊ ഗൈസ് നമുക്ക് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. നമ്മുടെ പിള്ളേരാണ് ഇവിടെ ഉള്ളതല്ല. Hi guys, I am with full of loads അല്ലേ? കീബോർഡ് ഡ്രസ് കോഡ്. അതാണ്. അല്ല, യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാ. ഗൈസ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യണം. ആ സ്ഥലമാണ് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടുന്ന് ഒരു കോളേജിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ എളുപ്പമാണെങ്കിൽ കൂടി, പക്ഷേ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഒരു 100-300 മീറ്റർ വ്യത്യാസമുണ്ട്. ഇവിടെ നടയായിരുന്നു, അല്ലെങ്കിൽ ഈ വഴി കൂടെ നമുക്ക് അങ്ങ് ഇറക്കിക്കൊണ്ട് പോയാൽ മതി. ഇല്ല, നട ചാടിച്ചാലോ ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി. നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഭയങ്കര പ്രിപ്പയർഡാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ഫേസസ് ആണ്. ആ ബെൽറ്റിന്റെ അകത്ത് ഊരി പോകാനാടാ. വണ്ടി വരാം. അപ്പൊ ഗൈസ് നമ്മളാണെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇടാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇടണോ? അതെ, പിന്നെ നമുക്ക് അങ്ങനെ നോക്കാം ഗൈസ്. വ്ലോഗ് വരുമ്പോഴത്തേനും അല്ലസ്രാര് പിടിച്ചോണ്ട് വരുവാ. ഇതൊക്കെ ക്യാൻറ്റീനും കണ്ടുള്ള നമുക്ക് ഇവിടെ ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മള് നമ്മുടെ പിള്ളേരുടെ അടുത്തായിട്ട് പോവാണ്. ഇത് അല്ലസറിന്റെ എന്നാ കോളേജാണ് ഇത്? ഇത് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് കേട്ടോ. ഏറ്റവും അങ്ങേറ്റത്താണെന്നാണല്ലോ പറഞ്ഞത്. ഏറ്റവും അങ്ങേറ്റത്ത് റൂമൊന്നും കാണുന്നില്ല, തുറന്ന റൂമുകളൊന്നുമില്ല. ഡയറക്ടറിന്റെ പ്രിൻസിപ്പളിന്റെ റൂമുണ്ട് ബാക്കില്. യെസ് ഏവൻ ഗൈസ്, നമ്മുടെ പിള്ളേരിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ബിഫോർ പ്രാക്ടീസ് ആണ് ഗൈസ്. പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ ഗൈസ്.
എന്താ നമ്മുടെ ഇന്നത്തെ പരിപാടിനെ പറ്റി നിനക്ക് പറയാനുള്ള പരിപാടി നമ്മൾ പരിപാടി നമ്മള് ആക്ച്വലി പരിപാടി എല്ലാവരും ഇതുവരെ ഒരു ചെറിയൊരു ഉഴപ്പുണ്ടായിരുന്നെങ്കിലും ഇതിപ്പോ എല്ലാവരും നല്ല കൂൾ മൈൻഡിലാണ് വൈബ് സെറ്റ്. ഇന്നത്തെ പരിപാടിനെ പറ്റി ഒരു 2 വാക്ക്. അടിപൊളിയായിരിക്കും. കറക്റ്റ് 2 വാക്കി നിർത്തിയോ? പറഞ്ഞോ അത് ഞാൻ ഓർത്തില്ല. നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പാടും. നമ്മളെ വെല്ലാൻ ആരും ഉണ്ടാവില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. ജയിലിലിട്ട് വെച്ചേക്കുന്നോ? ഹായ് ഗൈസ്. ഹായ്. ഇന്നത്തെ പരിപാടിനെ പറ്റി? ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് ഫസ്റ്റ് ആണ് നമ്മുടെ ലക്ഷ്യം. അതൊന്നും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഞങ്ങൾ 50,000 രൂപയ്ക്ക് വേണ്ടി പോയത്, പക്ഷെ അത് കിട്ടിയില്ല. ഇപ്രാവശ്യം കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറെ ആളുകൾ ക്യാൻസൽ ചെയ്ത് പോവാണെന്ന് അവിടുന്ന് ഇപ്പൊ നമ്മുടെ പിള്ളേർ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരൊറ്റ ടീം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഫസ്റ്റ് കിട്ടും. നമ്മളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നം എന്ത് പറ്റിയാലും ഞാൻ നന്നാക്കി തരും. നീ ഇന്നത്തെ പരിപാടിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയും. ആഞ്ജനേയ സ്വാമി. ഇന്നത്തെ പരിപാടി ഞാനെന്നാ പറയണ്ടേ? നീ ഇഷ്ടമുള്ള പറഞ്ഞു. വളരെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ഒരേ ഒരാളുടെ മറുപടി സിഗ്മാസിന് അയച്ചു കൊടുത്താലോ? അല്ല, എന്നാലും ഞങ്ങൾ 100% കോൺഫിഡൻസോടെ വേദിയിൽ കയറി. അങ്ങനെ അല്ലല്ലോ എന്നാലും പറഞ്ഞ വ്യത്യാസമുണ്ടല്ലോ. സെക്കൻഡെങ്കിലും ഞങ്ങൾ വാങ്ങിത്തന്നെ പോകുള്ളൂ. നമുക്ക് ഫസ്റ്റാടാ. നീ തന്നില്ലേ ഫസ്റ്റ് എടുത്തോണ്ട് ഞാൻ ഓടും. ഫസ്റ്റ് നിങ്ങൾ എടുത്തോ, ഞങ്ങൾ ദാനം മഹാരാജാസിന് കൊടുത്തേക്കോ. ഫസ്റ്റ് ഞങ്ങൾ മഹാരാജിന് കൊടുത്തേക്കോ. അതുകൊണ്ട് മാത്രം മാഷിനോട് ബഹുമാനമുണ്ട്. ഷൈൻ പറഞ്ഞോണ്ട്. അതെ അതെ, അവിടെ വിട്ടുകൊടുക്കാം മാഷേ. ഞാനില്ലായിരുന്നെങ്കിൽ കൊതിയായി അതിൽ നീന്താൻ അലമാലേ. കൈ പിടിച്ചു സാർ. ഓളാന്ന് ഓർത്തത്. Arrival of our teachers. സാറെന്ത് അങ്ങനെ മാർക്ക് ഫസ്റ്റ് എ ഗ്രേഡ്. അവര് കോളേജിലെ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോ പണിയെടുപ്പിക്കുന്ന ജോസിൻ ഗൈസ്. സാധനങ്ങളെല്ലാം പിടിച്ച് ഷൈൻ ഗൈസ്. എടാ ഞാൻ ചാടി അങ്ങ് പിടിക്കാന്ന്. നമ്മളാണെങ്കിൽ വേദിയിലേക്ക് പോവുകയാണ്. ഭയങ്കര വെയിലാണ് ഈ വഴിക്ക്. നമുക്ക് ആർട്സിന്റെ അവിടെ ആയിരുന്നു റൂം കിട്ടിയത്. അവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അതെ നമ്മൾ പ്രാക്ടീസ് പരിപാടിയൊക്കെ ചെയ്ത് മുട്ടക്കാത്ത പരിപാടിയൊക്കെ മൊട്ട കേട്ടോ സൗണ്ട് കേട്ടോ. നമ്മുടെ സിഗ്മാംസ് നമ്മുടെ കൂടെ ഉണ്ട്. വലിയ തിരക്കിലാണ്. ഏതായാലും വേദിയിൽ കയറി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് നമുക്കാണെങ്കിൽ പുറത്തേക്ക് നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമ്മളാണെങ്കിൽ കാറിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടുകാരെയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോയിങ് ഗൈസ്. അവിടെ പരിപാടി പിള്ളേര് ധനുശ്രീ ധനു അല്ല ഗൈസ്. നമ്മളാണെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാം വന്നു. മനോരമയുടെ ഒരു ഫോട്ടോഷൂട്ടിന് നമ്മൾ പോവാണ് കേട്ടോ. യൂട്യൂബർ അല്ലേ? ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതെയോ? പഴയ ഗോൾഡുകാർ വന്നിട്ട് നമുക്കാണെങ്കിൽ എന്തോ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. അൺബോക്സിങ് ചെയ്യാം. ഓക്കെ അത് കവർ മതിയേ, സാധനം വേണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല പരിപാടിയാ. ഇത് നല്ല ലാഭാ. അത് നമ്മളെ മനോരമക്കാരെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. പിന്നെ നാളത്തെ പത്രത്തിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ വേറെ നല്ല പിള്ളേരെ കിട്ടിയ അവർ പഴം എടുത്ത് ഇടുമെന്ന് അറിയില്ല. നമ്മുടെ പഴം ഇപ്പൊ കൊണ്ടേക്കുന്നേ. പത്രത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം കൈസ്. നേരെ നീ പോഴ ഇതിനാ. ഇത് നമ്മുടെ കോളേജിന്റെ എല്ലാമായ നമ്മളെ നയിക്കുന്ന നമ്മുടെ അതെ റൈസിലാണ് നമുക്ക് വേണ്ടിയിട്ട് 7 ദിവസം ഇവിടുത്തെ പരിപാടികളെല്ലാം ചെയ്തു തന്നിരിക്കുന്ന റൈസിലാണ് കേട്ടോ. രാത്രി ഒരു ഉറക്കം പോലും ഇല്ലാണ്ടാണ് ചെറുക്കം നടക്കുന്നത്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. സിഗ്മാമിസ് അതിന്റെ മെയിൻ കോളേജ് തൊട്ട്. നമ്മുടെ വേദിയിൽ വെയിറ്റിംഗ് ആണ്. ഗംഭീര പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പിള്ളേരെല്ലാവരും ബാക്കിലുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖമൊക്കെ മാറി തുടങ്ങി ഗൈസ്. എന്നാണോ ഇതൊക്കെ? നമ്മളാണ് ഫുള്ള് മൂടാണ് ഗൈസ്. കണ്ടു ഞങ്ങളുടെ വേദിയിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മുടെ ഷൈനും കൂട്ടുകാരൊക്കെ ഉണ്ട് ബാക്കിൽ. ഗ്രീൻ റൂമിൽ വെയിറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഗ്രീൻ റൂം കയറാം. അതൊന്നും വിഷയമില്ല. അവിടെ നിറയെ ആളുകളാണ് ഗൈസ്. നമുക്ക് ആൾക്കാരില്ലാത്ത റൂമിലോട്ട് കയറാം. അല്ലല്ല ഓക്കെ ഗൈസ്, അങ്ങനെ ആളില്ലാത്ത റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കയറി ഇരുന്നിട്ട് കുറച്ച് നേരം കമ്പനി അടിച്ചേക്ക് ഇരിക്കാം. ഓക്കെ ഗൈസ്, പരിപാടിക്ക് മുമ്പുള്ള നമ്മുടെ പ്രാർത്ഥന. ഗൈസ് നമ്മൾ കയറാൻ പോവാണ്. അടുത്ത അവർ ടേൺ. Come on,
പരിപാടി കഴിഞ്ഞ് ഇറങ്ങി guys. A grade. ബാക്കി എന്തേ അവിടെ ഡ്രസ്സ് മാറുമല്ലോ ആണോ? അതെയോ? എന്തേ നമ്മുടെ പിള്ളേർ മാത്രമേ ഉള്ളോ? അങ്ങനെ ഞങ്ങൾ A grade നേടിയിരിക്കുന്നു. കുറെ കഠിനമായ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ തിരിഞ്ഞു വർത്താനം പറ. ഇതെല്ലാം ഒരുപോലെ ഉണ്ടല്ലോ. ഹലോ സോ ഹേ ഗൈസ്, നമ്മുടെ മൈമിൻ്റെ കുട്ടികളുടെ രജിസ്ട്രേഷൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു ഞാനും ഷൈനും കൂടി. അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പൂൾ നമ്പർ 3-ൽ 29 ആണ് അവരുടെ നമ്പർ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് നേരെ കൊണ്ടുവന്ന് കൊടുക്കണം. എന്നിട്ട് അവരുടെ പരിപാടി തുടങ്ങാൻ ലേറ്റ് ആവുമായിരിക്കും. 6 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇപ്പോൾ എത്ര മണി ഷൈനെ? ഇപ്പം 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ. ഗൈസ് നമ്മുടെ എന്താ മാർഗം കളിക്കുള്ള കുട്ടികൾ ഈ ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. കറണ്ട് പോയി. ഇനിയിപ്പോൾ അവർ വന്നിട്ട് വേണം നമുക്ക് കളിക്കാൻ. ഇതെന്നാ അപ്പൊ ഈ ലിഫ്റ്റോ സിഗ്മാസേ എന്തേ പിള്ളേര് ഇതെങ്ങനെ ആണോ? നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ കുട്ടികളുടെ കൂടെ ഉണ്ടാവും. അവർക്ക് ഒന്നും പറ്റില്ല. ഇത് അനീനെ അത് അനുവാണ്. എന്താണല്ലോ ഇരുട്ടത്ത് നമ്മുടെ യാത്ര. ഇനി ആരെ ഇറക്കി വിട്ടെ? അതാ കറണ്ട് പോയേ. അതിന്റെ അകത്തിരുന്ന് 2 അവന്മാർ അതിന്റെ അകത്ത് തന്നെയാണാ. നമ്മുടെ പിള്ളേരല്ല, നമ്മുടെ പിള്ളേരാണ് ഗൈസ്. അതിന്റെ അകത്തോട്ട് കയറുന്നു. ഇതാണ് അവരുടെ വേദി ഗൈസ്. അങ്ങനെ നമ്മുടെ അദ്വൈത് വന്നിട്ടുണ്ട്. അവൻ ആദ്യത്തെ ദിവസമാണ് കോളേജിൽ ഒരു പരിപാടിക്ക് വരുന്നത്. അപ്പോൾ അവനെ തപ്പി ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. കോളേജിൽ നിന്ന് ഒരുപാട് നടന്നു. അപ്പോൾ ദേ ചെറുക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കൂ നമ്മുടെ സുണ്ണിക്കകത്ത് ആൾക്കാരുണ്ടോ? ഹായ്. ഉണ്ണിക്കുട്ട വാട്ടർ പോയി ചായ, കട്ടൻ ചായ. സോ ആരും ഡ്രസ്സൊന്നും മാറണേ അവരുതേ. നമ്മുടെ പിള്ളേർ സ്റ്റേജിന്റെ എവിടെയാണോ? നേരെ നിങ്ങളുടെ വാട്ടർ ബോയ് ഗൈസ്. നമ്മൾ ബാക്ക് സ്റ്റേജിൽ നമ്മുടെ പിള്ളേരൊപ്പം. ഇതൊക്കെ നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേരാണ് ഗൈസ്. അവസ്ഥ പറഞ്ഞോ. ഇത്ര സ്നേഹനിധിയായിട്ടുള്ള ടീച്ചർമാരല്ലേ ശാന്തിഗിരി കോളേജിന് മാത്രം. ഗൈസ് നമ്മുടെ പ്രോഗ്രാമിന് ശേഷം വീണ്ടും നമ്മൾ വന്നിരിക്കുന്നു. ഇന്നലെ രാത്രി ഇവിടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം മൂലം രാവിലെ തന്നെ വീട്ടുകാരോട് ബഹളം ഉണ്ടാക്കി വന്നിരിക്കുന്ന അനിക്കുട്ടി. അത് ഗൈസ് കുത്തിയിട്ടായിരുന്നു. സോ കറണ്ട് ഉണ്ടായിരുന്നില്ല. അവൾ വന്നിട്ടാണെങ്കിൽ ചാർജ് ഇവിടെ നമ്മുടെ എവിടെ അല്ലസർ കോളേജിൽ കൊണ്ടുവന്നിട്ട് ഗ്രീൻ റൂമിൽ കയറി കുത്തിയിട്ടു. ആരോ എന്തോ വിഷമം തോന്നിയിട്ട് അത് ഓഫ് ചെയ്തിട്ട് പോയി. അത് ഊരി കൂടി ചെയ്തു. അതുകൊണ്ട് അതിന്റെ സന്തോഷം എല്ലാം ഉണ്ട് അല്ലേ? പോടെ നിന്ന് നല്ല സന്തോഷമുണ്ട്. We are back.